ജനാധിപത്യ ഇന്ത്യയുടെ ഭാവിയെ നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. നമ്മൾ സാധാരണ മതനിരപേക്ഷതയുടെ സംരക്ഷണം, വർഗീയതയ്ക്കെതിരെയുള്ള മുന്നേറ്റം എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് കഴിഞ്ഞ 3-4 തെരഞ്ഞെടുപ്പുകളിൽ. അത് ഇത്തവണയും പ്രധാനപ്പെട്ടത് തന്നെ. എന്നാൽ ആ മതനിരപേക്ഷതയോടുകൂടി ചേർന്ന് നിൽക്കുന്ന ഇന്ത്യയുടെ ജനാധിപത്യം, ആ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിക്കുന്ന രാജ്യത്തിന്റെ ഭരണഘടന, ഇത് രണ്ടും ഈ രൂപത്തിൽ തന്നെ തുടരുമോ എന്ന ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം. മതനിരപേക്ഷതയ്ക്കകത്ത് ചുരുങ്ങുമില്ല, ജനാധിപത്യത്തിനകത്ത് ചുരുങ്ങുമില്ല, ഫെഡറലിസത്തിനകത്ത് ചുരുങ്ങുമില്ല. എല്ലാത്തിനെയും സംരക്ഷിക്കുന്ന, ശക്തി പകരുന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധമായിട്ടാണ് ഈ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഇന്ത്യയിലെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളെല്ലാം കാണുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ശ്രീ ചാക്കോ പറഞ്ഞതുപോലെ ഒരു മുന്നണി സംവിധാനം എന്നതിനപ്പുറത്തേക്ക് BJPയെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ശക്തികൾ എല്ലാവരും ചേർന്ന് ഓരോരോ സംസ്ഥാനത്തിന്റെയും സാധ്യതകൾക്കനുസരിച്ച് പരമാവധി BJPയെ പരാജയപ്പെടുത്താൻ കഴിയുന്ന നിലപാട് സ്വീകരിക്കണമെന്ന് പ്രഖ്യാപിച്ചു. ഇന്ത്യ എന്ന സംവിധാനത്തിലേക്ക് എത്തി. അദ്ദേഹം അതിന്റെ രൂപീകരണ പശ്ചാത്തലം പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന സംവിധാനത്തിന്റെ രൂപീകരണം രാജ്യത്തെമ്പാടുമുള്ള മതനിരപേക്ഷവാദികൾക്ക് വലിയ ആത്മവിശ്വാസം പകർന്നു. BJPയെ പരാജയപ്പെടുത്താൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം ഈ രാജ്യത്തിന്റെ ജനാധിപത്യ വിശ്വാസികളിലേക്ക് പകർന്നു നൽകാൻ അത് സഹായകരമായി. കർണാടകയിൽ BJP പരാജയപ്പെട്ടു, ഹിമാചൽ പ്രദേശിൽ BJP പരാജയപ്പെട്ടു. അതിന്റെ തുടർച്ചയിൽ വലിയ തോതിൽ ജനങ്ങളെ അണിനിരത്തുന്ന മുന്നേറ്റത്തിന് ഇന്ത്യ എന്ന സംവിധാനം തീരുമാനമെടുത്തു. എന്നാൽ ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും കാണിച്ചിട്ടുള്ള കുറ്റകരമായ നിലപാട് ഈ രാജ്യത്ത് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം സ്വീകരിച്ചു. ഭോപ്പാലിൽ തീരുമാനിച്ചു റാലി മാറ്റിവെക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അവർക്ക് അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്ന കമൽനാഥിന്റെ നേതൃത്വത്തിൽ ഹിന്ദുത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന സന്യാസികളുടെ 3 ദിവസത്തെ യജ്ഞം വിജയിപ്പിക്കലായിരുന്നു പ്രധാനപ്പെട്ടത്. ഭോപ്പാലിലെ റാലി കമൽനാഥ് മുന്നോട്ട് വയ്ക്കുന്ന മൃദു ഹിന്ദുത്വത്തിന് എതിരായിരിക്കും എന്ന തെറ്റായ ചിന്താഗതിയിലേക്ക് കോൺഗ്രസ് എത്തി. റാലി വേണ്ട എന്നവർ പറഞ്ഞു. എല്ലാ പാർട്ടികളെയും യോജിപ്പിച്ച് BJPക്കെതിരെ പരമാവധി ഒരൊറ്റ സ്ഥാനാർത്ഥി എന്ന ഇന്ത്യ സംവിധാനത്തിന്റെ നിലപാട് അട്ടിമറിക്കുന്ന സമീപനം കോൺഗ്രസ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും സ്വീകരിച്ചു. ചെറിയ ചെറിയ പാർട്ടികളായിരിക്കാം ആ സംസ്ഥാനത്തെ അപേക്ഷിച്ചുകൊണ്ട്. എന്നാൽ രാജ്യത്തെ മൊത്തത്തിലുള്ള BJP വിരുദ്ധ പോരാട്ടത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന നൽകാൻ കഴിയുന്ന കരുത്തും ചരിത്രവും പിൻബലമുള്ള പാർട്ടികളാണ്. BSP UPയിൽ വലിയ പാർട്ടിയാണ്, മധ്യപ്രദേശിൽ വലിയ പാർട്ടിയല്ലെങ്കിലും ചില പ്രദേശങ്ങൾക്കകത്ത് സ്വാധീനമുള്ള പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ രാജസ്ഥാനിൽ ചില മേഖലകൾക്കകത്ത് നല്ല സ്വാധീനമുള്ള 2-3 സീറ്റൊക്കെ ഇപ്പോഴും ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ കരുത്തുള്ള സംവിധാനങ്ങളാണ്. ഛത്തീസ്ഗഡിലും ചെറിയ ചെറിയ പ്രാദേശിക പാർട്ടികൾ. ഇവരെയെല്ലാം യോജിപ്പിച്ച് BJPക്ക് എതിരെ ആ 3 സംസ്ഥാനങ്ങൾക്കകത്ത് BJPയെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ജനതയ്ക്കുണ്ടാകാനിടയുള്ള ആത്മവിശ്വാസത്തെ കോൺഗ്രസ് പരിഗണിച്ചേയില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. കർണാടകയിലും ഹിമാചലിലും കോൺഗ്രസ് ജയിച്ചു എന്നതിനപ്പുറത്ത് ഞങ്ങൾ കണ്ടത് BJP പരാജയപ്പെട്ടു എന്നാണ്. BJP പരാജയപ്പെട്ടു. അതിന്റെ തുടർച്ചയിൽ മധ്യപ്രദേശിൽ BJP പരാജയപ്പെട്ടു എന്ന് കരുതുക. രാജസ്ഥാനിൽ കോൺഗ്രസിന് BJPയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അധികാരം നിലനിർത്താൻ കഴിഞ്ഞു എന്ന് കരുതുക. ഛത്തീസ്ഗഡിൽ കോൺഗ്രസിന് BJPയെ പരാജയപ്പെടുത്തി അധികാരം നിലനിർത്താൻ കഴിഞ്ഞു എന്ന് കരുതുക. അതിനുശേഷം കടന്നു വരുന്ന 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ജനതയ്ക്ക് കുറെ കൂടി ആത്മവിശ്വാസം ഉണ്ടാകുമായിരുന്നു. എന്നാൽ കർണാടക, ഹിമാചൽ പ്രദേശിലെ തെരഞ്ഞെടുപ്പ് വിജയത്തോടുകൂടി അഹങ്കാരികളായി മാറിയ കോൺഗ്രസ് തങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയുമെന്ന തെറ്റായ ധാരണയിലേക്ക് എത്തി.
ഒരു തരത്തിലുള്ള മുന്നണി സംവിധാനത്തിന്റെയും നീക്കുപോക്കുകളെയും കുറിച്ചുള്ള എല്ലാ ചർച്ചകളും അവസാനിപ്പിച്ചു. തീവ്ര ഹിന്ദുത്വത്തെ മൃദു ഹിന്ദുത്വം കൊണ്ട് നേരിടാമെന്ന് കരുതി ബിജെപിക്കെതിരെ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കേണ്ടതിന് പകരം മൃദു ഹിന്ദുത്വത്തിന്റെ നിലപാട് സ്വീകരിച്ചു. അതാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ ബിജെപി വിജയത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത്. തെലങ്കാനയിൽ കോൺഗ്രസ് ജയിച്ചു, പക്ഷെ തെലങ്കാനയിൽ ബിജെപി അല്ല കോൺഗ്രസ് പരാജയപ്പെടുത്തിയത്. അപ്പൊ ഇന്ത്യ എന്ന മുന്നണി സംവിധാനത്തെ ചേർത്ത് നിർത്തുന്നതിൽ വ്യത്യസ്തമായ നിലപാടുകളും ആശയങ്ങളുമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാവരും ബാംഗ്ലൂരു മുതൽ ഒന്നു ചേർന്നുവെങ്കിൽ അതിന്റെ വികസിതമായ തുടർച്ചയെ തകർക്കുന്ന കുറ്റകരമായ നിലപാട് ഇന്ത്യക്കകത്ത് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു. ഇതാണ് കോൺഗ്രസിന്റെ സമീപനം എന്നുള്ളത്. കോൺഗ്രസ് എപ്പോഴും ഒരു മൃദു ഹിന്ദുത്വത്തിന്റെ പാർട്ടിയാണ്. ആ പരിസരത്ത് നിന്നാണ് ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്കുള്ള ഒഴുക്ക്. ഇപ്പൊ മാഷ് വന്നപ്പോ പറഞ്ഞു 6:30 പോകുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളതെന്നാണ് പത്മജ. 6 പറഞ്ഞപ്പോ 6:30 ആയിട്ടുണ്ടെന്നാ. ഇന്ന് നോക്കൂ, കോൺഗ്രസിന്റെ നേതൃനിരയിലുണ്ടായിരുന്ന 2 ഗോപുരത്തിന്റെ അവരെ സംബന്ധിച്ച് ഔന്നിത്യമുണ്ടായിരുന്ന 2 നേതാക്കന്മാർ, AK ആന്റണി, കരുണാകരൻ. എ ഗ്രൂപ്പ്, ഐ ഗ്രൂപ്പ്. ഇപ്പൊ 2 ഗ്രൂപ്പും ബിജെപിയിലേക്ക് എത്തി. ആന്റണിയുടെ മകൻ ബിജെപിയിലേക്ക് ചേർന്നപ്പോ അവരെ സംബന്ധിച്ച് രാഷ്ട്രീയമായൊരു അഭിപ്രായം പ്രകടിപ്പിക്കാൻ കോൺഗ്രസിനകത്ത് ദീർഘകാലത്ത് അനുഭവമുള്ള AK ആന്റണി തയ്യാറായോ? AK ആന്റണി നിലപാട് പറഞ്ഞോ? വൈകാരികതകൾ കൊണ്ട് രാഷ്ട്രീയത്തെ മറച്ചു വയ്ക്കുന്നതിൽ അതീവ സാമർത്ഥ്യം തന്നെയല്ലേ അവരകത്തും പ്രകടിപ്പിച്ചത്? എങ്ങനെ AK ആന്റണിയെ പോലൊരാൾ അദ്ദേഹത്തോടൊപ്പം വളർന്ന് അദ്ദേഹത്തിന്റെ ഭാഗമായി തന്നെ ഇന്ന് കോൺഗ്രസിനകത്ത് പ്രത്യേകമായി ചുമതല അഖിലേന്ത്യാ നേതൃത്വം ഏൽപ്പിച്ച ഒരാൾ ഒരു ദിവസം നേരം വെളുത്തപ്പോ ബിജെപിയിലേക്ക് എത്തി? അപ്പൊ ചിലർ പറഞ്ഞു അത്ര അനുഭവമില്ല, സോഷ്യൽ മീഡിയയിലുള്ള അനുഭവമേ ഉള്ളൂ. ഇതോ ഒരു ലോകസഭാ തെരഞ്ഞെടുപ്പ്, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, KPCC നേതൃനിരയിൽ AICC അംഗം, കോൺഗ്രസിനകത്ത് ദീർഘകാലത്ത് അനുഭവം പത്മജ വേണുഗോപാൽ താനിതാ ബിജെപിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. എവിടേക്ക് പോണു കോൺഗ്രസ്? അതിന് വലിയ അത്ഭുതപ്പെടേണ്ടതില്ല. ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന് കരുതുക. കേരളത്തിൽ LDFും UDFും തമ്മിൽ മത്സരം, പിന്നെ വേണമെങ്കിൽ അങ്ങോട്ട് മാറാമെന്ന് കരുതാം. അതേപോലെ മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടന്നില്ലേ? ഞാൻ നേരത്തെ പരാമർശിച്ചല്ലോ. ആ മധ്യപ്രദേശിനകത്ത് ബിജെപിക്കെതിരെ കോൺഗ്രസിനെ നയിച്ച കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആ പോരാട്ടത്തിന്റെ തലവൻ കമൽനാഥ് ആയിരുന്നു. ആർക്കെങ്കിലും വിദൂര സ്വപ്നത്തിലെങ്കിലും സങ്കല്പിക്കാൻ കഴിയുമോ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയെ നയിച്ച മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി റിസൾട്ട് വന്ന് നാഴികയ്ക്ക് ഒരു കോഴി കൂവുന്നതിന് മുൻപ് അപ്പുറത്തെ വഞ്ചിയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയുമായിരുന്നോ? കമൽനാഥിന്റെ രാഷ്ട്രീയ പശ്ചാത്തലവും കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടിനെ കുറിച്ച് ചരിത്രബോധമുള്ള ആർക്കും അവരകത്ത് അത്ഭുതമുണ്ടാവില്ല. ഇതേ കമൽനാഥ് പറഞ്ഞു, അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്നതിന്റെ ക്രെഡിറ്റ് ആദ്യം നരേന്ദ്രമോദിക്കല്ല, രാജീവ് ഗാന്ധിക്കാണ്. എന്താ ചരിത്രം? ചിലര് പറയല്ലോ 2 സീറ്റേ ബിജെപിക്ക് ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങളും അവരും ഒന്നിച്ച് VP സിംഗിനെ പിന്തുണച്ചതിന്റെ ഭാഗമായി ബിജെപിക്ക് കരുത്ത് കിട്ടി, അങ്ങനെയാണ് അവർ വലുതായെന്ന് ചില ആളുകളുടെ കഥനമുണ്ടല്ലോ. ഞങ്ങളും ബിജെപിയും VP സിംഗിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുമ്പോ ബിജെപിക്ക് 85 ഉണ്ട്, 2 അല്ല. അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് 2. 89-ൽ ബിജെപി 85-ലേക്ക് എങ്ങനെ എത്തി? അതാണ് കമൽനാഥ് പറഞ്ഞ ചരിത്ര പശ്ചാത്തലം. സരയൂ നദിയിലേക്ക് എറിഞ്ഞ് കളയണം എന്ന് പറഞ്ഞ താക്കോലുകൾ പിടിച്ചെടുത്തുകൊണ്ട് വീണ്ടും ആ ബാബറി മസ്ജിദിന്റെ പരിസരം തുറന്നു കൊടുത്തുകൊണ്ട് ശിലാന്യാസത്തിന് അനുമതി നൽകി രാജീവ് ഗാന്ധി.
നേരത്തെ നിശ്ചയിച്ച തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഉദ്ഘാടനം മാറ്റിക്കൊണ്ട് ഫൈസാബാദ്, അയോധ്യ ഉൾക്കൊള്ളുന്ന ഫൈസാബാദ് ലോകസഭാ മണ്ഡലത്തിൽ രാജീവ് ഗാന്ധിയുടെ 89 ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ പര്യടനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കെ വി തോമസ് മാഷ്ക്കും CPC ചോക്കയ്ക്കുമെല്ലാം ഏറെ അറിയാവുന്ന മണിശങ്കർ അയ്യർ പറഞ്ഞു, ഞാൻ തയ്യാറാക്കിയ പ്രസംഗത്തിൽ നിന്ന് രാജീവ് ഗാന്ധി അവിടെ വെച്ച് വ്യതിചലിച്ചു. ഇന്ന് പ്രസംഗം തയ്യാറാക്കുന്നത് മണിശങ്കർ അയ്യരാണ്. മണിശങ്കർ അയ്യർ തയ്യാറാക്കിയ പ്രസംഗത്തിൽ ഇല്ലാത്തൊരു പ്രയോഗം രാജീവ് ഗാന്ധി 89 ഫൈസാബാദിൽ നടത്തി. ആ പ്രയോഗമാണ്, ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ രാമരാജ്യം സൃഷ്ടിക്കും. നരേന്ദ്രമോദിയല്ല ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ ആദ്യമായി രാമരാജ്യം എന്ന മുദ്രാവാക്യം വച്ചത് രാജീവ് ഗാന്ധി 1989 ഫൈസാബാദ്. ആ പശ്ചാത്തലത്തിലാണ് ശ്രീരാമൻ വീണ്ടും സജീവതയിലേക്ക്, രാഷ്ട്രീയ താല്പര്യങ്ങളിലേക്ക് വരുന്നത്. മതത്തെ, വിശ്വാസത്തെ രാഷ്ട്രീയ പ്രയോഗത്തിന്റെ ഉപകരണമാക്കി മാറ്റുന്നത് 89. അതിന്റെ നേട്ടം കൊയ്തു 2 നിന്ന് 85. 2 എന്നുള്ളത് BJPയുടെ ആണെങ്കിലും നേരത്തെയും 65-ൽ 35 സീറ്റുണ്ട് ജനസംഘത്തിന്. ഞാൻ പക്ഷേ കഥനം ഇങ്ങനെ ആയതുകൊണ്ട് അത് പറയുകയാണ്. 1952 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഹിന്ദുത്വ ശക്തികൾക്ക് 10 സീറ്റുണ്ട്. ശ്യാമപ്രസാദ് മുഖർജി അവന്റെ മേധാവ്. 3 സീറ്റ് ജനസംഘത്തിന്, രാമരാജ്യ പരിഷത്തിനും ഹിന്ദു മഹാസഭയ്ക്കും കൂടി 7 സീറ്റ്. 7, 3, 10. 80-ൽ 2. അത് ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ സൃഷ്ടിച്ചു സഹതാപ തരംഗം. സംഘപരിവാരം കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ്. ഇതാണ് കോൺഗ്രസുമായി കമൽനാഥ് പറഞ്ഞ രാജീവ് ഗാന്ധിക്ക് ക്രെഡിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ പശ്ചാത്തലം. ഞാൻ ദീർഘമായി പോകുമല്ലോ, ഇവിടെ ഒത്തിരിയേറെ നേതാക്കന്മാർ പ്രസംഗിക്കാറുണ്ട്. പിന്നെ അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞപ്പോ വെള്ളിയുടെ ഇഷ്ടിക കൊടുത്തുവിട്ട ആളാണ് ഈ കമൽനാഥ്. ഹിന്ദുത്വയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിലപാട് സ്വീകരിക്കും രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവ് കമൽനാഥ്. ആ കമൽനാഥ് പറഞ്ഞതുകൊണ്ടാണ് ഭോപ്പാലിൽ ഇന്ത്യ എന്ന സംവിധാനത്തിന്റെ വലിയ റാലി, ആദ്യത്തെ റാലി, രാഷ്ട്രീയ പ്രഖ്യാപനത്തിന്റെ തുടർച്ചയുള്ള റാലി അത് മാറ്റിവെച്ചത്. ആ കമൽനാഥ് അങ്ങോട്ട് പോയി. ഇന്ന് നിങ്ങൾ BJPയുടെ 303 MP നോക്കിക്കോ. 112 പേർ കോൺഗ്രസുമായി ബന്ധമുള്ളവരായിരുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ 303 പേർ, ലോകസഭയ്ക്കകത്ത് BJP MP-മാർ എന്നെ എടുത്തു കഴിഞ്ഞാൽ 112 പേർ കോൺഗ്രസുകാരായിരുന്നു. ഞങ്ങളൊക്കെ രാജ്യസഭയിലുള്ളപ്പോ BJPയുടെ പ്രതിപക്ഷ നിരയിൽ ഇരുന്നിരുന്നാൽ നേരത്തെ കോൺഗ്രസിന്റെ നേതൃനിരയിലുണ്ടായി രാജ്യസഭയുടെ ഉപാധ്യക്ഷയായിരുന്നയാൾ നജ്മ ഹിപ്തുള്ള. എത്രയോ ചരിത്രം, എത്രയോ അനുഭവ സമ്പത്ത്. മതന്യൂനപക്ഷത്തിൽ നിന്ന് കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് വന്ന് രാജ്യസഭയുടെ ഉപാധ്യക്ഷയായി മന്ത്രിയൊക്കെ ആയിരുന്നയാൾ നജ്മ ഹിപ്തുള്ള BJPയിലേക്ക് പോയില്ലേ? കത്തിയാളുന്ന മണിപ്പൂരിന്റെ വംശഗതികളുടെ പശ്ചാത്തലത്തിൽ ഇരിക്കുമ്പോൾ ഓർക്കണം, ആരാണ് മണിപ്പൂരിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി? ബീരേൻ സിംഗ്. ആരായിരുന്നു ബീരേൻ സിംഗ്? അദ്ദേഹം മണിപ്പൂരിനകത്ത് കോൺഗ്രസിന്റെ നേതാവ്, കോൺഗ്രസിന്റെ മന്ത്രി. അദ്ദേഹം രാജിവെച്ച് BJPയിൽ ചേർന്നു. ഇപ്പൊ BJP മുഖ്യമന്ത്രി. ആരായിരുന്നു UPയിൽ ഏറ്റവും ഒടുവിലത്തെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി? ജഗദംബിക പാൽ. ഒരു ദിവസം ഇരുന്നുള്ളൂ. അദ്ദേഹം ഇപ്പൊ BJP നേതാവ്. 11 മുൻ മുഖ്യമന്ത്രിമാർ BJPയുടെ നേതൃനിരയിലുണ്ട്. കോൺഗ്രസിന്റെ 11 മുൻ മുഖ്യമന്ത്രിമാർ BJP നേതൃനിരയിലുണ്ട്. ഒടുവിൽ അശോക് ചൗഹാൻ, മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രി അശോക് ചൗഹാൻ. അപ്പൊ പിന്നെ പത്മജ വേണുഗോപാലിനെ പോലുള്ള ആളുകൾ പോകുന്നത് ഇതിന്റെ പരിസരത്തും ഇന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃശ്ശൂർ വന്നു, എറണാകുളത്ത് വന്നു, ഒടുവിൽ തിരുവനന്തപുരത്തെത്തി. തിരുവനന്തപുരത്ത് അദ്ദേഹം BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ ഒരു പ്രയോഗമുണ്ടായിരുന്നു. ആ പ്രയോഗം, ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പാർലമെന്റിൽ BJPക്ക് കേരളത്തിൽ നിന്ന് 2 അക്കമുണ്ടാകും. നമ്മൾ വിചാരിച്ച് പ്രധാനമന്ത്രിയെ പോലുള്ള തെരഞ്ഞെടുപ്പിൽ ഉത്തരവാദിത്വമില്ലാതെ ഇങ്ങനെയുള്ളതൊക്കെ, ചിലർ പറയും താമര വിരിയും.
അക്കൗണ്ട് ഇത്തവണ തുറക്കും. കാരണം അതാണല്ലോ BJPയുടെ കേരളത്തിലെ സാഹചര്യം. ഏക നിയമസഭയിൽ അക്കൗണ്ട് അത് പൂട്ടിക്കുമെന്ന് നമ്മൾ പറഞ്ഞു, അത് പൂട്ടിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു അക്കൗണ്ടും എങ്ങുമില്ലാത്ത BJP പാർലമെന്റിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 2 അക്കത്തിലേക്ക് എത്തുമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആധികാരികമായി പറയുന്നു. 2 അക്കം ജയിച്ചു വരുമെന്നല്ല പറഞ്ഞത്, 2 അക്കം പാർലമെന്റിൽ ഉണ്ടാകും. കേരളത്തിൽ നിന്ന് 2 മുന്നണിക്കാണ് 2 അക്കം നേടാൻ സാധ്യതയുള്ളൂ. ഒന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, മറ്റൊന്ന് UDF വലതുപക്ഷ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. അതിൽ ഇടതുപക്ഷത്തിന്റെ 2 അക്കം ആരും സ്വപ്നം പോലും കാണാത്ത 2 അക്കമാണ്. ഇവിടെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉണ്ട്. അദ്ദേഹം സ്വതന്ത്രനായി ലോക്സഭയിലേക്ക് ജയിച്ച ഘട്ടത്തിൽ അദ്ദേഹവും കൂടി 44 CPM MP-മാരുണ്ടായിരുന്നു ഇന്ത്യൻ പാർലമെന്റിൽ. 61 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി MP-മാർ. അവരെല്ലാവരും കോൺഗ്രസിനെ പരാജയപ്പെടുത്തി പാർലമെന്റിലേക്ക് വന്നവർ. BJP ആണോ BJP വിരുദ്ധ മുന്നണിയാണോ? ഞങ്ങൾക്കൊരു ചാഞ്ചാട്ടമുണ്ടായില്ല. കോൺഗ്രസിനെ പരാജയപ്പെടുത്തി വന്നവരാണ്. കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അഭിമുഖീകരിച്ചവരാണ്. പക്ഷെ ഞങ്ങളുടെ മുൻപിൽ മറ്റൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. BJP അധികാരത്തിൽ വരാൻ പാടില്ല. ഈ 61 ഫിക്സഡ് ഡെപ്പോസിറ്റ് അന്ന് കോൺഗ്രസിന് നൽകി. ചരിത്രത്തിന്റെ ഭാഗമാണ്. സോണിയാഗാന്ധി സുർജിത്തിനെ കാണാൻ AKG ഭവനിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നു. മൻമോഹൻ സിംഗിനെയാണ് പ്രധാനമന്ത്രിയായി ആലോചിക്കുന്നത്. 1991 റാവു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ധനകാര്യമന്ത്രിയായ മൻമോഹൻ സിംഗ് ഉദാരവൽക്കരണ നയത്തിന്റെ വക്താവ്. ആ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കുന്നത് ഇടതുപക്ഷത്തിന് പ്രശ്നമാണോ? ഞങ്ങൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു, ആര് പ്രധാനമന്ത്രി എന്നത് ഞങ്ങളുടെ മുൻപിൽ പ്രശ്നമേ അല്ല. BJP വരാൻ പാടില്ല. ഞങ്ങൾ ഭരണത്തിന്റെ ഭാഗമാകില്ല. പക്ഷേ ജനങ്ങൾക്ക് ആശ്വാസം നൽകാനും ഈ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനും ഒരു പൊതു കാഴ്ചപ്പാടുണ്ടാകണം. ഇത് മാത്രമാണ് ഞങ്ങളുടെ നിബന്ധന. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ 2 അക്കം കണ്ട ആരും ഒരു കാലത്തും വർഗീയ ശക്തികൾ ഒരു സ്വപ്നവും കാണില്ല. എന്നാൽ എവിടെ നിന്ന് 2 അക്കം നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രതീക്ഷിക്കുന്നു? അതാണ് ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനം. 7 എന്ന അക്കത്തിൽ നിന്ന് കേരളത്തിലെ കോൺഗ്രസിനെ പലതവണ അധികാരത്തിലേക്ക് നയിച്ച കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ കിങ് മേക്കർ എന്നറിയപ്പെടുന്ന ശ്രീ K കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ആശയക്കുഴപ്പത്തിന്റെ ചെറിയ ചാഞ്ചാട്ടങ്ങൾ പോലും ഇല്ലാതെ BJPയിലേക്ക് എളുപ്പത്തിൽ ഒഴുകിപ്പോകാവുന്ന സാഹചര്യമുണ്ടെങ്കിൽ UDFന്റെ ജയിക്കുന്ന MP-മാരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണുന്ന 2 അക്കമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ കേരളത്തിൽ കൈപ്പത്തിയിൽ കുത്തിയാൽ ഡൽഹിയിൽ വിരിയുന്നത് താമരയായിരിക്കും. കൈപ്പത്തിയിൽ കുത്തിയാൽ കൈപ്പത്തിയല്ല ഡൽഹിയിൽ ഉയരുക, താമരയായിരിക്കും. എനിക്ക് തോന്നിയാൽ ഞാൻ BJPയിലേക്ക് പോകും, അതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്ന ഒരു പ്രസിഡന്റിനാൽ നയിക്കുന്ന പാർട്ടിക്ക് എങ്ങനെയാണ് ഉറച്ച നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നത്? അതാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയം. BJP പരാജയപ്പെടുത്തണം. എന്നാൽ കോൺഗ്രസും ഇടതുപക്ഷവും നേരിട്ട് ഏറ്റുമുട്ടുന്ന കേരളത്തിൽ ഈ ദൗത്യം ആർക്ക് നിർവഹിക്കാൻ കഴിയും? കഴിഞ്ഞ തവണ അവസാനം ഒരു ഇതുണ്ടായിരുന്നല്ലോ, അവിടെ ചെല്ലുമ്പോ ഏറ്റവും വലിയ കക്ഷി ഏതാണെന്ന് ചോദിക്കും. അതുകൊണ്ട് പലയിടങ്ങളിലും പ്രസംഗങ്ങൾ ഉണ്ടായി. പല BJP വരരുത് എന്ന് ആഗ്രഹിക്കുന്ന നമ്മളെയൊക്കെ സ്നേഹിക്കുന്ന ആളുകൾ അന്ന് പറഞ്ഞു ഒറ്റ കക്ഷി BJP കോൺഗ്രസ് ആകണം. ഇന്നങ്ങനെയില്ല. കാരണം ഇന്ത്യയിൽ 3 സംസ്ഥാനത്തെ BJP അധികാരത്തിലുള്ളൂ, കോൺഗ്രസ് അധികാരത്തിലുള്ളൂ. കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ്. 2 ദക്ഷിണേന്ത്യ. തെലങ്കാനയിൽ BJP അല്ല പ്രധാന ശത്രു, കർണാടകയിൽ BJP. ഹിമാചൽ 4 പാർലമെന്റ് അംഗങ്ങൾ. ഹിമാചൽ പ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. കോൺഗ്രസിന് 40 സീറ്റ്, BJPക്ക് 25 സീറ്റ്. ഒറ്റയ്ക്ക് പുഷ്പം പോലെ ജയിക്കാൻ കഴിയുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. സ്ഥാനാർത്ഥി സുപ്രീം കോടതി അഭിഭാഷകനും കൂടിയായ കോൺഗ്രസിന്റെ വക്താവ് അഭിഷേക് സിംഗ് മൻവി.
വോട്ട് എണ്ണിയപ്പോ 34 നറുക്കെടുപ്പിൽ BJP സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചു. ഹർഷദ് മഹാജൻ. ആരാ ഹർഷദ് മഹാജൻ? ജയിച്ച BJP സ്ഥാനാർത്ഥി ഹർഷദ് മഹാജൻ ആരാ? ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിന്റെ മുൻ വർക്കിംഗ് പ്രസിഡന്റ്. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് മന്ത്രിസഭയിൽ അംഗമായിരുന്നയാൾ. വർക്കിംഗ് പ്രസിഡന്റ് രാജിവെച്ച് BJPയിലേക്ക് ചേർന്ന് വർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് കുറെ MLA-മാരെ കൂടി അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ ബാക്കി ഏതുണ്ട് സംസ്ഥാനം? കർണാടക, തെലങ്കാന BJP പ്രധാന ശക്തിയല്ല. ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള 5 സംസ്ഥാനങ്ങൾ. 1 UP 80, കോൺഗ്രസ് പ്രധാന ശക്തിയല്ല. 48 മഹാരാഷ്ട്ര, കോൺഗ്രസ് കൂടി ചേരുന്നതാണെങ്കിലും NCP ശിവസേന വിഭാഗം അവരാണ് പ്രധാന ശക്തി. 42 പശ്ചിമ ബംഗാൾ, കോൺഗ്രസ് അല്ല പ്രധാനപ്പെട്ട ശക്തി. 40 ബീഹാർ, കോൺഗ്രസ് അല്ല പ്രധാനപ്പെട്ട ശക്തി. 39 തമിഴ്നാട്, കോൺഗ്രസ് അല്ല പ്രധാനപ്പെട്ട ശക്തി. ഇതാണ് ആദ്യത്തെ 5 സംസ്ഥാനങ്ങൾ. അപ്പൊ എങ്ങനെയാണ് കോൺഗ്രസ് എത്ര ശ്രമിച്ചാലും ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായെങ്കിലും മാറുന്നത്? കഴിഞ്ഞ ലോക്സഭ 52 സീറ്റ്, പ്രതിപക്ഷ നേതാവാകാൻ വേണ്ടിയുള്ള 10% സീറ്റ് പോലും കിട്ടാത്ത കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തെ വ്യാമോഹം ഇത്തവണ ചെലവാകില്ല. അതുകൊണ്ട് കേരളത്തിൽ മതനിരപേക്ഷവാദികളിലും മതന്യൂനപക്ഷങ്ങൾക്കിടയിലും കഴിഞ്ഞ തവണ നിങ്ങൾ പറഞ്ഞു ഒറ്റയ്ക്ക് ഏറ്റവും വലിയ കക്ഷിയായി മാറിയാലേ പ്രസിഡന്റ് വിളിക്കൂ. ഇത്തവണമില്ല. ഇത്തവണ ഈ ബ്ലോക്ക് ഇന്ത്യ എന്ന സംവിധാനം, ആ സംവിധാനത്തിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഏത് പ്രലോഭനത്തിലും മാറാത്ത പാർലമെന്റ് അംഗങ്ങൾ, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടേത്. കോൺഗ്രസിന് ആശയ വ്യക്തതയുണ്ടോ? സീതാറാം യെച്ചൂരിയെ വിളിച്ചു രാമക്ഷേത്രം ഉദ്ഘാടനത്തിന്, ഇല്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ വിശ്വാസത്തിനെതിരല്ല. ഏത് വിശ്വാസിക്കും അവരവരുടെ വിശ്വാസ വിചാരാചാര അനുഷ്ഠാനങ്ങൾക്ക് അനുസൃതമായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഞങ്ങൾ അവസാന ശ്വാസം വരെയും നിലപാട് സ്വീകരിക്കും. എന്നാൽ വിശ്വാസത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി വിനിയോഗിക്കാൻ പാടില്ല. രാഷ്ട്രീയം മതത്തിൽ ഇടപെടാൻ പാടില്ല. ഇന്ത്യയുടെ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ മാത്രം ആചാരങ്ങൾ പാടില്ല. ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ പ്രതിനിധികൾ മാത്രം പാടില്ല. ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രിയല്ല പോകേണ്ടത്. ഇത് മതനിരപേക്ഷ നിലപാട്, ഭരണഘടനാനുസൃത നിലപാടാണ്. എന്നാൽ കോൺഗ്രസ് എത്ര ദിവസം എടുത്തു ഒരു നിലപാട് സ്വീകരിക്കാൻ? നിലപാട് സ്വീകരിച്ചിട്ട് അവിടെ നിന്നോ ഹിമാചൽ പ്രദേശ് സർക്കാർ അവധി പ്രഖ്യാപിച്ചു. ഓരോ സംസ്ഥാനത്തും നിന്നും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യാത്രകൾ ആരംഭിക്കാൻ തുടങ്ങി. എങ്ങനെ കോൺഗ്രസിനെ വിശ്വസിക്കും? കാശ്മീർ 370 റദ്ദാക്കി. അന്ന് കാശ്മീരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാജ്യസഭയിൽ ഗുലാം നബി ആസാദ് വീട്ടിലിരുന്നു. സീതാറാം യെച്ചൂരി വിമാനം കയറി തരിഗാമിയെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വിട്ടില്ല. തിരിച്ച് ഡൽഹിയിലേക്ക് വന്നു. സുപ്രീം കോടതിയെ സമീപിച്ചു. CPIM ഇടതുപക്ഷ പ്രസ്ഥാനം. പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിൽ ആദ്യമായി ഉറച്ച നിലപാട് കേരള നിയമസഭ. ഏക സിവിൽ കോഡ് വന്നു. തെരഞ്ഞെടുപ്പുകളൊക്കെ കഴിഞ്ഞിട്ട് സെമിനാർ നടത്താമെന്ന് കേരളത്തിൽ പോലും കോൺഗ്രസ് തീരുമാനിച്ചു. ഒരു നിമിഷത്തിന് സംശയമില്ല ഇടതുപക്ഷത്തിന്റെ നിലപാടിന്. ഡൽഹിയിലെ ബുൾഡോസറുകൾ ന്യൂനപക്ഷത്തിന്റെ വീടുകൾ ഇടിച്ചമർത്താൻ വന്നു. ഏക പ്രതിരോധമായി അവിടെ വന്നു ഇടതുപക്ഷം. അവരുടെ മുൻപിൽ വൃന്ദാക്കാരാട്ട്. അതാണ് ബർക്കിസ് ബാനുവിന്റെ കേസ്. കോൺഗ്രസ് കുറ്റകരമായി നിശബ്ദത പാലിച്ചു. അവിടെ ഇടതുപക്ഷം സുപ്രീം കോടതിയിൽ. ഗുജറാത്ത് വംശഗതി ഉണ്ടായില്ലേ? 2004 മുതൽ 2014 വരെ കോൺഗ്രസ് ഇന്ത്യയിൽ അധികാരത്തിലിരുന്നു. വിരലനക്കിയോ? എങ്ങനെയാണ് വൈരത്തിന്റെയും വെറുപ്പിന്റെയും പ്രതീകമായൊരു വ്യക്തി പൊതുവെയുള്ള ആരാധനയുള്ള വ്യക്തിയായി മാറുന്ന പ്രക്രിയ നടന്നത്? അതിനകത്ത് പ്രധാനപ്പെട്ട പങ്ക് കോൺഗ്രസ് കുറ്റകരമായി നിശബ്ദത പാലിച്ചു. അവരുടെ പാർലമെന്റ് അംഗം ജെഫ്രി അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടു. അവരുടെ വിധവയ്ക്ക് പോലും നിയമസഹായം നൽകാൻ കോൺഗ്രസ് തയ്യാറായില്ല. അവിടെയും ഇടതുപക്ഷം. അതാണ് ഇടതുപക്ഷത്തിൻ്റെത്. എന്തുകൊണ്ട് BJP വിരുദ്ധ പോരാട്ടത്തിൽ
വിശ്വസിക്കാൻ കഴിയുന്ന, ആശ്രയിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ രാഷ്ട്രീയ പാർട്ടിയായി ഇടതുപക്ഷം മാറുന്നത് ആശയത്തിലും രാഷ്ട്രീയത്തിലും പ്രയോഗത്തിലുമുള്ള കരുത്തുറ്റ സ്ഥായിയായ മതനിരപേക്ഷ വർഗീയ വിരുദ്ധ നിലപാടിന്റെ ഭാഗമായി കൊണ്ടാണ്. വെള്ളം ചേർക്കില്ല. ഞങ്ങൾക്കൊരു നിലപാടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. മറ്റു ഭാഗങ്ങളിലേക്കും പോവുമില്ല. വേറെ വശം കൂടിയുണ്ട്. കേരളത്തിനൊപ്പമോ കേരള വിരുദ്ധതയ്ക്കൊപ്പമോ? കേരളത്തിനൊപ്പമാണ് ഇരുന്നുവെങ്കിൽ നിങ്ങൾ കേരളത്തെ ഞെക്കിക്കൊന്ന ഈ ഘട്ടങ്ങളിലെല്ലാം പാർലമെന്റിൽ കേരളത്തിന് വേണ്ടി നിലകൊള്ളുമായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 293 സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കുന്ന പരിധി തീരുമാനിക്കാൻ നിയമസഭയ്ക്ക് പാസാക്കാനുള്ള അധികാരം. ഇന്ത്യൻ ഭരണഘടനയുടെ സംസ്ഥാന ലിസ്റ്റ് 43 കടമെടുപ്പിന്റെ കാര്യത്തിൽ പൂർണ്ണമായ സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണ അധികാരം. ആ അധികാരം വിനിയോഗിച്ചുകൊണ്ട് 2003 UDFന്റെ കാലത്ത് കേരളം ഒരു നിയമം പാസാക്കി. ആ നിയമത്തിന് അടിസ്ഥാനപ്പെടുത്തി കടമെടുക്കാൻ കേരളത്തെ അനുവദിച്ചിരുന്നുവെങ്കിൽ ഈ 2016 മുതൽ 2023 വരെയുള്ള 7 കൊല്ലത്തിനുള്ളിൽ കേരളം 1,07,500 കോടി രൂപ അധികം നമുക്ക് വിഭവം ലഭിക്കുമായിരുന്നു. മറ്റെല്ലാം നിൽക്കട്ടെ, ധനകാര്യ കമ്മീഷൻ നമുക്ക് 1 രൂപ കൊണ്ടുപോകുമ്പോ 28 പൈസ തിരിച്ച്, ബീഹാറിൽ നിന്ന് 1 രൂപ കൊണ്ടുപോകുമ്പോ 7 രൂപ 40, UPയിൽ നിന്ന് 1 രൂപ കൊണ്ടുപോകുമ്പോ 2 രൂപ 50. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഇത് മാത്രം ലഭിച്ചിരുന്നുവെങ്കിൽ ചിലർ പറയില്ല ഇപ്പൊ പെൻഷൻ കുടിശ്ശികണ്ടല്ലോ എന്ന്. നമുക്ക് അർഹമായ ഭരണഘടനാപരമായി ലഭിച്ചിരുന്നുവെങ്കിൽ പെൻഷന് കുടിശ്ശിക ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ എപ്പോഴേ 2,500 ആക്കുമായിരുന്നു. 2016 തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞു 1000 രൂപയായിരിക്കും ക്ഷേമ പെൻഷൻ. 2021 തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോ ആ ഗവൺമെന്റിന്റെ കാലത്തെ പെൻഷൻ 1,600 രൂപയാണ്. പറഞ്ഞതിനപ്പുറത്ത് നടപ്പിലാക്കി. ബാങ്കുകളുടെ മുൻപിൽ ക്യൂവിൽ നിന്ന് പ്രായമായ ആളുകൾ ഈ നിസാരമായ പൈസയ്ക്ക് വേണ്ടി നിൽക്കേണ്ടി വന്ന കാലം മാറ്റി പെൻഷൻ വീട്ടിൽ കൊണ്ടു കൊടുത്തു. ഞങ്ങൾക്ക് അർഹമായത്, കേരളത്തിന് നമുക്കർഹമായത് ലഭിച്ചിരുന്നുവെങ്കിൽ കുടിശ്ശിക ഉണ്ടാകുമായിരുന്നില്ല എന്ന് മാത്രമല്ല 2,500 കൊടുക്കുമായിരുന്നു. ഈ അർഹമായത് കിട്ടിയിരുന്നുവെങ്കിൽ വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുമായിരുന്നു. ഈ അർഹമായത് കിട്ടിയിരുന്നുവെങ്കിൽ കേരളത്തിന്റെ എല്ലാ മേഖലയ്ക്കകത്തുള്ള വികസനത്തിന് കുറെ കൂടി ഗതിവേഗം ഉണ്ടാകുമായിരുന്നു. ഞങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോയി. ഞങ്ങൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിലേക്ക് പോയി സമരം ചെയ്തു. കോൺഗ്രസിനെ പ്രതിപക്ഷത്തിൽ ക്ഷണിച്ചു. നിങ്ങൾ വന്നില്ലല്ലോ. തലേ ദിവസം നിങ്ങൾ കർണാടകം നടത്തിയില്ലേ? ആ കർണാടകം നടത്തുമ്പോൾ നിങ്ങൾ വിശാലമായ BJP വിരുദ്ധതയുടെ ഭാഗമായിരുന്നുവെങ്കിൽ നിങ്ങൾ കോൺഗ്രസിന്റെ മറ്റ് മുഖ്യമന്ത്രിമാരെയെങ്കിലും വിളിക്കണ്ടേ? ഹിമാചലിലെയും തെലങ്കാനയുടെ മുഖ്യമന്ത്രിമാരെങ്കിലും വിളിക്കണ്ടേ? ഞങ്ങൾ വിളിച്ചാൽ വരുന്നതിനേക്കാളും നിങ്ങൾ വലിയ പാർട്ടിയാണല്ലോ ദേശീയ പാർട്ടി എന്ന് പറയുന്നത്. നിങ്ങൾ വിളിച്ചാൽ വരുമല്ലോ പ്രതിപക്ഷത്തെ കുറേയേറെ ആളുകൾ. നിങ്ങൾ എന്തുകൊണ്ട് വിളിച്ചില്ല? നിങ്ങൾ എന്തുകൊണ്ട് കർണാടകയിൽ മാത്രമായി ചുരുങ്ങി? പിറ്റേ ദിവസം ഞങ്ങൾ നടത്തിയില്ലേ? ഈ നേതൃനിരയാകെ കോൺഗ്രസ് ഒഴികെയുള്ള നേതൃനിരയാകെ വന്നില്ലേ? ഞങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോയി. അവരോടൊപ്പം നിങ്ങൾ വരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചില്ലേ? കേരളത്തിനൊപ്പം നിന്നില്ല. ഈ ഒറ്റ പാർലമെന്റ് UDFന്റെ ഒറ്റ പാർലമെന്റ് അംഗം പോലും കേരളത്തിനൊപ്പം നിന്നില്ല. ഞങ്ങൾക്ക് അർഹമായതും തരൂ എന്ന് പറഞ്ഞ് പ്ലക്കാർഡ് പിടിച്ചില്ല. സേവ് ശബരിമല. ഇപ്പോ ഈ മണ്ഡലകാലത്ത് ഇവിടുത്തെ MP ഉൾപ്പെടെ സേവ് ശബരിമല, കേരളയിൽ അനുമതി നൽകരുത്, BJPക്ക് വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങൾ മാത്രം മുടക്കി. അതുകൊണ്ട് കേരള വിരുദ്ധതയ്ക്കൊപ്പമോ കേരളീയതയ്ക്കൊപ്പമോ? UDF കേരള വിരുദ്ധതയുടേതാണ്. UDF MPമാർ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും എതിരായിരുന്നു. LDF കേരളത്തെ മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുന്നു. ഈ രാഷ്ട്രീയമാണ് പ്രധാനം. ആ രാഷ്ട്രീയത്തിന്റെ പ്രതീകമാണ് ഷൈൻ ടീച്ചർ. അധ്യാപക മേഖലയ്ക്കകത്തെ ദീർഘകാലത്തെ അനുഭവം, സംഘടനാ മേഖലയ്ക്കകത്തെ നേതൃനിരയിൽ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗമൊക്കെയായി പ്രവർത്തിച്ചിട്ടുള്ള അനുഭവം, എറണാകുളം മണ്ഡലത്തിന്റെ എല്ലാ മേഖലകൾക്കകത്തും പൊടിവെയിലത്ത് കാൽമടയായി സഞ്ചരിച്ച എത്രയോ ജാഥകളിൽ പ്രസംഗിച്ച് കിട്ടിയിട്ടുള്ള അനുഭവത്തിന്റെ കരുത്ത്, അതാണ് ഷൈൻ ടീച്ചറുടെ മികവുമുള്ളത്. ഈ പാനലിൽ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3 വനിതകൾ അവതരിപ്പിക്കുന്നു.
ഘട്ടം ഘട്ടമായി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി. അപ്പുറത്ത് നിങ്ങൾ നോക്കിക്കോളൂ, സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവരും എറണാകുളത്തിൽ അവസരമാണ്. നേരത്തെ സിന്ധു ജോയ് മത്സരിച്ചപ്പോ ചെറിയ വോട്ടിനാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. എന്നാൽ ഇപ്പോ ഒരു വനിത എന്ന രൂപത്തിലേക്ക് കൂടി വരുമ്പോ, ആ രൂപത്തിലുള്ള താല്പര്യമുള്ള ആളുകൾ കൂടി ചേരുമ്പോ എറണാകുളം വലിയ ചരിത്രം സൃഷ്ടിക്കും. കഴിഞ്ഞ കാലത്തിന്റെ കണക്കുകളെല്ലാം അപ്രസക്തമാണ്. ഇത് പുതിയ രാഷ്ട്രീയമാണ്. ഈ കാണുന്നതെല്ലാം ഒരിക്കലും ഉണ്ടാകാനിടയില്ല എന്ന് കരുതിയ കാഴ്ചകൾ കോൺഗ്രസിനകത്തും നിങ്ങൾ കാണുന്നു, നാളെയും കാണാൻ പോകുന്നു. ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ മക്കളുടെ പ്രയാണത്തിന്റെ കാലമാണ്. ആ കാലത്ത് എറണാകുളത്തിന് കുറെ കൂടി പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആ പശ്ചാത്തലം ഇവിടെയുമുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് ജയിക്കും ആളുകൾ, കേരളത്തിൽ നിന്ന് ജയിക്കുന്ന ആളുകൾ, കേരളത്തിനൊപ്പം നിൽക്കുന്ന ആളുകൾ, എന്ത് വന്നാലും BJP വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ, അതാണ് യുദ്ധത്തിൽ നാം സ്വീകരിക്കുന്ന നിലപാട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളം വലിയ വിജയം നൽകണം. അതിന്റെ ഭാഗമായി എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ ഷൈൻ ടീച്ചറെ ചുറ്റികരുവാൻ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ വിശ്രമരഹിതരായി നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഇനിയുള്ള നാളുകളിൽ പ്രവർത്തിക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.